ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ സങ്കീർത്തനം 139 23-24 വാക്യങ്ങൾ സങ്കീർത്തകൻ ഇങ്ങനെ പാടുകയാണ്. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നടത്തണമേ. ഇതൊരു പ്രാർത്ഥനയാണ്. എന്നെ ഒന്ന് പരിശോധിച്ചറിയണം. വിനാശത്തിൻ്റെ മാർഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നത്? എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ സംഘർഷങ്ങളുണ്ട്. എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ വേദനകളുണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ ഹൃദയമങ്ങ് കട്ടിയായി. എന്താ ചെയ്യുക അറിയില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ക്ഷമിക്കുവാൻ അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലമാണ്. ക്ഷമിക്കാത്ത ഒരു ഹൃദയമെന്ന് പറയുക ഒരു ആത്മീയ അടിമത്വത്തിലേക്ക് കടന്നു പോകുന്നതാണ്. ക്ഷമിക്കുന്ന ഹൃദയം അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന ഒരു വലിയ ദൈവിക ശക്തി നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണ്. കൊളോസോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം സെന്റ് പോൾ പഠിപ്പിക്കുന്നു, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടുകൂടി വർത്തിച്ച് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം എന്ന് പറയുകയാണ്. ഞാൻ വിനാശത്തിൻ്റെ മാർഗത്തിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പം എന്നെയൊന്ന് പരിശോധിക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പരിശോധിച്ച് അറിയുന്ന ഒരു വിഷയമെന്ന് പറയുക ക്ഷമിക്കുവാൻ പറ്റാത്ത ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഞാനെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞു തരുന്ന ഏറ്റവും സുതാര്യമായ ഒരു കാര്യമാണ്, മറ്റൊരാളോട് പരിഭവമുണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പരസ്പരം ക്ഷമിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവ് ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കണം. നമുക്കത് സാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് സെന്റ് പോൾ അത് പറഞ്ഞത്. നമുക്കത് സാധിക്കാത്തതാണ് എങ്കിൽ ഒരിക്കലും സെന്റ് പോൾ അങ്ങനെ പറയുകയില്ല. അപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ സമൂഹത്തിൽ പലരും നമ്മളെ നോക്കി ചിരിക്കുന്നവരാകാം. നമ്മളെ നോക്കി ചിരിക്കുന്ന മുഖത്തോടുകൂടി നമ്മളവരെ കാണുമെങ്കിലും അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ചില ചങ്ങലകൾ, ചില ബന്ധനങ്ങൾ കാണുമായിരിക്കാം. അത് പാപത്തിൻ്റെ ചങ്ങലകളാകണമെന്ന് നിർബന്ധമില്ല. അത് ക്ഷമിക്കുവാൻ പറ്റാത്തതിൻ്റെ കാരണമായ, അതായത് ക്ഷമിക്കാത്തത് കൊണ്ടുള്ള ചങ്ങലകളുടെ ബന്ധനം. അതുകൊണ്ട് എന്ത് സംഭവിക്കണം? നമ്മളെ വേദനിപ്പിച്ച വ്യക്തി ഇപ്പം നമ്മുടെ മുമ്പിലില്ല, നമ്മുടെ ജീവിതത്തിലും ഇപ്പം വ്യക്തിയില്ല. പക്ഷെ ആ വേദന ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. ആ വേദന നമ്മുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് ഇപ്പോഴും ഉണങ്ങാതെ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ അത് നിലനിൽക്കുന്നിടത്തോളം കാലം ആ വ്യക്തിയോട് ക്ഷമിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ബന്ധനം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുകയാണ്.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാൽ, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ക്ഷമിക്കാത്ത ഹൃദയമെന്ന് പറയുന്നത് ഒരു തടവറയാണ്. ആ ഉള്ളിൽ നിലനിൽക്കുന്ന വേദന വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുന്നതും അത് പറയുന്നതും ഒരു ആത്മീകമായ അടിമത്വത്തിൻ്റെ ഒരു തുടക്കമാണ്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നു. ഹെബ്രായ ലേഖകൻ നമ്മളോട് പറയുന്നു, ആർക്കും ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതെ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. അപ്പം വിദ്വേഷം, ക്ഷമിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള വെറുപ്പ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് എങ്കിൽ ആ വിദ്വേഷം മൂലം ഒരു വ്യക്തി അശുദ്ധനായി തീരുകയാണ്. ആ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അത് നമ്മൾക്ക് തന്നെ ഉപദ്രവം ചെയ്യും എന്ന് സൂചന തരികയാണ്, മുന്നറിയിപ്പ് തരികയാണ്. ക്ഷമ അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ആത്മാവിൻ്റെ ഫലമാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ കർത്താവിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക. കർത്താവ് കാരുണ്യവാനാണ്, കൃപാനിധിയായ ദൈവമാണ്, കോപിക്കുന്നതിൽ വിമുഖനാണ്, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനാണ്, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. സങ്കീർത്തനം 103-12-13 വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലങ്ങളിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്നും അകറ്റി നിർത്തി. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ദൈവം ക്ഷമിക്കുന്നതിന് അളവില്ല. ദൈവം ക്ഷമിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാതെ ദൈവം അങ്ങ് ക്ഷമിക്കുകയാണ്. നമ്മളെങ്ങനെയാണ്? ചിലർ പറയും ഞാൻ മരിച്ചാലും മറക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ദൈവത്തിൻ്റെ മകനോ ദൈവത്തിൻ്റെ മകളോ ആയി ഈ ലോകത്ത് നമ്മൾ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ഇന്ന് നമ്മൾക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ, നമ്മൾ ദൈവമല്ലല്ലോ. പക്ഷെ ദൈവം കാണിച്ചു തന്ന വഴിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്കതിന് പറ്റും. യേശുക്രിസ്തു പഠിപ്പിച്ച ക്ഷമ 7 അല്ല 70 തവണ എന്നാണ് പറയുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21-22 വാക്യങ്ങൾ എടുത്താൽ പത്രോസ് ശ്ലീഹ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, എന്നോട് തെറ്റു ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 70 പ്രാവശ്യം. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ക്ഷമയെന്ന് പറയുന്നത് അതൊരു വികാരമല്ല. ക്ഷമ എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ്. അതെൻ്റെ ഉള്ളിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. അതെൻ്റെ തീരുമാനമാണ്. ക്ഷമ എന്ന് പറയുക എണ്ണപ്പെടേണ്ട ഒരു കാര്യം അല്ല, അതൊരു വിശ്വാസിയുടെ സ്വഭാവമാകണം. ക്ഷമിക്കേണ്ടത് ഒരു കടമയല്ല, അത് കൃപയുടെ പ്രതികരണമാണ്. എന്നിലുള്ള ദൈവത്തിൻ്റെ സ്വഭാവം അത് പ്രകടമാകുന്നത്, എന്നിലുള്ള ദൈവകൃപ പ്രകടമാകുന്നതിന് തുല്യമാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കാതെ ഇരിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മൾ ഒരു ബന്ധനത്തിലാണ് എന്ന് തിരിച്ചറിയണം. നമ്മൾ ഒരാളോട് ക്ഷമിക്കുന്നത് മറ്റൊരാളെ വിടുവിക്കുവാൻ അല്ല, മറിച്ച് നമ്മളിലുള്ള ബന്ധനം മാറി നമുക്കൊരു വിടുതൽ പ്രാപിക്കാനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് സാത്താൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാതിരിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. അപ്പം വെറുപ്പും ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും എന്താ പറയുന്നത്, ഒരു ആത്മീയമായ തടസ്സം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. അത് ഒരു ആത്മീയമായ സ്വാതന്ത്ര്യമില്ലാത്ത സാധ്യത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ സെന്റ് പോൾ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. സകല വിദ്വേഷവും, സകല ക്ഷോഭവും, സകല ക്രോധവും, സകല അട്ടഹാസവും, സകല ദൂഷണവും, എല്ലാ തിന്മകളോടും കൂടി നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഉപേക്ഷിച്ചാൽ പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ അതൊരു അനുഗ്രഹമാകും. എന്ന് വെച്ചാൽ 7 അല്ല 70 തവണയല്ല. ക്ഷമയെന്നു പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. 7 എന്ന് പറയുന്നത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. ആ 70ലേക്ക് അത് കടന്നു വരുമ്പോൾ അതൊരു സമ്പൂർണതയുടെ വിപുലീകരണമായി നമ്മൾ കാണണം. 7, 70 എന്ന് പറയുമ്പോൾ ക്ഷമയുടെ പൂർണ്ണത അഥവാ പൂർണ്ണമായ ക്ഷമ എന്നതിനെ സൂചിപ്പിക്കുകയാണ്. ഇതൊരു കണക്കല്ല, ഇതൊരു വിശ്വാസിയുടെ ജീവിത ശൈലിയാണ്. പഴയ നിയമത്തിലെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റേത് 77 ഇരട്ടിയായിരിക്കും എന്ന് പറയുകയാണ്. അതായത് ഒരു പ്രതികാരത്തിൻ്റെ പരമാവധി ഒരു സംഖ്യ പോലെ അതിവിടെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു പ്രതികാരത്തിൻ്റെ സ്ഥാനത്ത് ക്ഷമയെ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. ഇവിടെ ദൈവം നമ്മോട് കാണിക്കുന്ന ക്ഷമ 1, 2 അങ്ങനെ എണ്ണിക്കൊണ്ടല്ല, നിരുപാധികം നമ്മോട് ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസികളായ നമ്മളും പരിധിയില്ലാതെ അളവില്ലാതെ ക്ഷമിക്കുവാനുള്ള എന്താ പറയുന്നത് ഒരു തീരുമാനമുണ്ടാകണം. എന്ന് വെച്ചാൽ ക്ഷമിക്കണം, ക്ഷമ കാണിക്കണം. 1 കൊരിന്ത്യൻസ് 13:5 സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം കോപിക്കുന്നില്ല, സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് സെന്റ് പോൾ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. എനിക്ക് മറ്റൊരാളോട് പരിഭവമോ ദേഷ്യമോ വിഷമമോ ക്ഷമിക്കാൻ പറ്റാത്ത സാധ്യതയോ കടന്നു വരുന്നതിൻ്റെ കാരണം ആ വ്യക്തിയോട് എനിക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ചങ്കിനോട് നമുക്ക് ഒരു വെറുപ്പ് തോന്നാൻ സാധ്യതയുണ്ടോ? അങ്ങനെ തോന്നിയാൽ പോലും നമ്മളത് വിട്ടുകളയും. കാരണം അവിടെ സ്നേഹം അത്രത്തോളം നമ്മളെ ക്ഷമിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷമയെന്ന് പറയുന്നത് ഒരു തീരുമാനമാണ്, അതൊരു വികാരമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹിക്കുവാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകണം. ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, അതിനുള്ള മനസ്സ് കാണിച്ചാൽ ക്ഷമ അകത്തുനിന്നും കടന്നു വരും. ബൈബിള് പഠിപ്പിക്കുന്ന മറ്റൊരു സാധ്യതയുണ്ട്. ഒരു ക്ഷമിക്കുവാൻ പറ്റാത്തൊരു ദാസൻ്റെ ഉപമയെക്കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 23 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം സ്വർഗരാജ്യം തൻ്റെ സേവകരുടെ കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച രാജാവിന് സദൃശ്യമെന്ന് ബൈബിള് പറയുന്നു. അപ്പോൾ അവിടെ കണക്ക് തീർക്കുവാൻ ആരംഭിക്കുന്ന സമയത്ത് 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവൻ തൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും അവൻ അത് വീട്ടുവാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനോടും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടുവാൻ യജമാനൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ സേവകൻ വീണ് കാലിൽ പിടിച്ച് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാം തന്ന് വീട്ടിക്കൊള്ളാം. അപ്പോൾ ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ്
അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ 10,000 താലന്ത് കടമുണ്ടായിരുന്ന ആ യജമാനൻ തനിക്കത് ഇളവ് ചെയ്ത് തന്ന വ്യക്തി തൻ്റെ കീഴിലുള്ള മറ്റൊരു സേവകനോട് തനിക്ക് തരാനുള്ള 100 ദിനാറ് തിരിച്ചു തരാൻ വേണ്ടി അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് തനിക്ക് തന്നു തീർക്കുവാനുള്ളത് തീർക്കുവാനായി പറയുകയാണ്. അപ്പോൾ 10,000 താലന്ത് തൻ്റെ യജമാനൻ തനിക്ക് ഇളവ് ചെയ്ത് തരുമ്പോൾ തനിക്ക് ലഭിക്കാനുണ്ടായിരുന്ന 100 ദിനാറ് തരാനുണ്ടായിരുന്ന വ്യക്തിയോട് കരുണ കാണിക്കുവാൻ ഈ കരുണ ലഭിച്ച വ്യക്തിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ സഹസേവകന്മാർ ഇത് യജമാനനെ അറിയിക്കുകയാണ്. കാരണം ഈ 100 ദിനാറ് തന്നു തീർക്കാനുള്ള വ്യക്തിയുടെ കരച്ചിൽ പോലും ഈ വ്യക്തിക്ക് കേൾക്കുവാനോ മനസ്സലിയുവാനോ സാധിച്ചില്ല. അപ്പം മറ്റു സേവകന്മാർ ഇത് യജമാനനെ വിവരമറിയിക്കുകയും നീ എന്നോട് കേണപേക്ഷിച്ചപ്പോൾ നിൻ്റെ കടമൊക്കെ ഞാൻ ഇളവ് ചെയ്ത് തന്നു, എന്നിട്ട് നീ പറയുകയാണ് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദ്യം അവിടെ ചോദിക്കുകയും പിന്നീട് യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ അവനെ കാരാഗൃഹത്തിലേക്ക് അടയ്ക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18:35 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ പ്രവർത്തിക്കുമെന്നുള്ള ഒരു സൂചനയാണ്. അപ്പം ക്ഷമിക്കാത്ത ഹൃദയം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ അത് ദൈവീക സംരക്ഷണം നഷ്ടപ്പെടുത്തുവാൻ കാരണമാകും എന്ന് തിരിച്ചറിയുക. അപ്പോൾ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് നിരുപാധികം ക്ഷമിക്കണം. അല്ലെങ്കിൽ യേശുക്രിസ്തു ക്ഷമിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആ കുരിശുമരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ, അവസാന മണിക്കൂറിലാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിവില്ല, ഇവരോട് ക്ഷമിക്കണം എന്ന് വെച്ചാൽ ഇഗ്നോറൻസ്, അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു കാരണം കണ്ടെത്തിക്കൊണ്ട് യേശുക്രിസ്തു പറയുന്നത് ഇവരോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. സകല ജനത്തോടും കരുണ കാണിക്കുവാൻ, സ്നേഹിക്കുവാൻ മാത്രം അറിയുന്ന യേശുക്രിസ്തുവിൻ്റെ ആ ക്ഷമയുടെ പ്രതിഫലനം കുരിശിൽ കിടന്നുകൊണ്ട് നമ്മൾ കാണുകയാണ്. കുരിശിൽ തറച്ചവരോട് പോലും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം ഇവിടെ നമ്മൾ തിരിച്ചറിയണം. കാരണം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 23-ാം അധ്യായം ഇങ്ങനെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പം നമ്മളും ഇതുപോലൊരു കാരണം കണ്ടെത്തണം. അത് അമ്മയോടാകാം, അമ്മായിയമ്മയോടാകാം, അപ്പനോടാകാം, അമ്മായിയപ്പനോടാകാം, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അങ്ങനെ ഏതു തരത്തിലെടുത്താലും തർക്കിക്കാൻ പോകരുത്, തിരുത്തുവാൻ പോകരുത്. ഹല്ലേലൂയ. തിരുത്തുവാൻ പോകുന്നത് നമുക്ക് നമ്മളോടൊരു വ്യക്തിക്ക് വെറുപ്പുണ്ടാകുവാനുള്ള കാരണമായി മാറും. പക്ഷെ സ്നേഹത്തിൽ നമുക്ക് തിരുത്താൻ സാധിക്കണം. ഇനി അവർക്ക് നമ്മളോട് പിണക്കം തോന്നിയാൽ പോലും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാകണം. നമുക്ക് നമ്മളോട് ചതി കാണിച്ചവരോട്, നമ്മളെ ഒറ്റപ്പെടുത്തിയവരോട്, നമ്മളെ കുറ്റപ്പെടുത്തിയവരോട്, നമുക്കെതിരെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കിയവരോട് ഒക്കെ ക്ഷമിക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റണം. അതാണ് ക്രൂശിൽ നിന്നും ഒഴുകിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്കതിന് സാധിക്കും. പിതാവേ, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിനെ പോലെ. ഇവിടെ ദൈവത്തിൻ്റെ ജനമേ, യേശുക്രിസ്തു ക്ഷമിച്ചത് ജനം അവരോട് ക്ഷമ ചോദിച്ചത് കൊണ്ടല്ല, മറിച്ച് മത്തായിയുടെ സുവിശേഷം 18:35 ഹൃദയത്തിൽ നിറഞ്ഞു തിന്നതിൻ്റെ വാക്യപത്രം, നിൻ്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. സ്വർഗസ്ഥ പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയാണ് അതെന്ന് യേശുക്രിസ്തു തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കുവാനുള്ള ഒരു കരുത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമ്മളുടെ ശക്തിയാൽ, നമ്മുടെ കഴിവിനാൽ സാധിക്കത്തില്ല. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാകണം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ ഏറ്റവും തകർത്തെറിഞ്ഞ, എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ഒരിക്കൽ ഒരാളെൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരു വീട്ടിൽ ഫോൺ വിളിച്ച്
ആ മാതാവിനെയും മകനെയും തമ്മിൽ തെറ്റിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചു എന്ന് പുറത്തിങ്ങനെ ആളുകൾ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ ഇന്നയാളുടെ മാതാവിനെ ഫോണിൽ വിളിച്ച് ആ മകനെയും അമ്മയെയും തമ്മിൽ തെറ്റിക്കുവാൻ ശ്രമിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. നിങ്ങളെ തല്ലണമെന്നാണ് എന്നോട് പറഞ്ഞ ആളുകൾ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും എൻ്റെ അമ്മയെപ്പോലെ കരുതുന്ന ഒരു വ്യക്തി, ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, കഴിഞ്ഞ 1 വർഷക്കാലത്തെ എൻ്റെ കോൾ ലിസ്റ്റ് ഞാൻ എടുത്തു തരാം. ഞാൻ ഉപയോഗിക്കുന്ന 2 നമ്പറിൻ്റെയും കോൾ ലിസ്റ്റ് ഞാൻ എടുത്തു തരാം. ഞാൻ ഈ സ്ത്രീയെ ഒരു തവണയെങ്കിലും ഫോണിൽ വിളിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ കോൾ ലിസ്റ്റ് എടുത്ത് ഈ വ്യക്തിക്ക് കൊടുത്തു. 1 വർഷത്തെ കോൾ ലിസ്റ്റ് എടുത്ത് കൊടുത്തു. അതിനകത്ത് ഒറ്റത്തവണ പോലും ഞാൻ ഇവരെ വിളിച്ചതായി ഒരു തെളിവ് പോലും ഇല്ലാതെ വന്നു. പിന്നീട് അവർ പെട്ടെന്ന് പറഞ്ഞു അവരുടെ കയ്യിൽ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞവർ പെട്ടെന്ന് അത് വാട്സപ്പ് കോളായിരുന്നു എന്നൊക്കെ പറഞ്ഞവർ മാറി. ഇവിടെ ദൈവത്തിനമേ കാലങ്ങൾ കഴിഞ്ഞു. ഈ പറഞ്ഞ വ്യക്തി എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ബ്രദർ, എനിക്ക് തെറ്റിപ്പോയി. ആ വ്യക്തിയെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ തിന്മ കുത്തിവെച്ച് എനിക്കെതിരെ എൻ്റെ കൂടെ നിന്നവർ എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് എനിക്കൊരിക്കൽ പോലും അതിൽ വേദനിക്കേണ്ടി വന്നില്ല. പക്ഷേ എന്നെ തെറ്റിദ്ധരിച്ചതിൽ ഞാൻ കരഞ്ഞു കർത്താവിൻ്റെ മുമ്പിൽ. 3 ദിവസം ഞാൻ ആഹാരം കഴിക്കാതെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ കടന്നു. പക്ഷേ എൻ്റെ ദൈവം അത് പിന്നീട് ആ പയ്യനെ തന്നെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞ് അവൻ കടന്നുപോയി. ഇവിടെ ദൈവത്തിൻ്റെ അമ്മേ, നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. നമ്മളെ എറിയുന്നവരുണ്ടാകും, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകും. അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറുവാൻ വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം, ക്രൂശിലെ സ്നേഹം, അത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുമെന്ന് പറയുകയാണ്. നമുക്കിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു തീരുമാനമെടുക്കാം. നമുക്കിന്ന് ദൈവസന്നിധി, പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഒരു കുമിള പോലെ ഇല്ലാതെയാകും. ഈ ആകാശം മാറും, ഈ ഭൂമി ഇല്ലാതെയാകും, എല്ലാം ഇല്ലാതെയാകുന്നൊരു സമയമുണ്ട്. എന്തിനാണ് ഈ നശ്വരമായ ഈ ലോകത്തിൽ വെറുപ്പും വിദ്വേഷവും പകയും പിണക്കവും? ആത്മീയത പോലും ഇന്ന് കപടതയുടെ വേഷം ധരിച്ച് അവരെൻ്റെ പോക്കറ്റിലെ പണം എൻ്റെ പോക്കറ്റിൽ എത്തുവാൻ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ വിദ്വേഷം വേണ്ട, ഇതുപോലെയുള്ള ചതി വേണ്ട. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാൻ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യാക്കോബിൻ്റെ ലേഖനം 5:16 നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഇന്ന് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ക്ഷമിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ ഹൃദയത്തെ എന്നെ പരിശോധിച്ചറിയണമേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് അറിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് വെറുപ്പ് സൂക്ഷിച്ചു വെച്ച് ക്ഷമിക്കാത്ത ഹൃദയത്തിൻ്റെ ഒരു ഉടമസ്ഥനാണ് എങ്കിൽ എങ്ങനെ നിങ്ങളെ വിനാശത്തിൻ്റെ മാർഗത്തിലാണ് അല്ലെങ്കിൽ അല്ല എന്ന് ദൈവത്തിന് പറഞ്ഞു തരാൻ പറ്റും? അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ക്ഷമിക്കണം. ക്ഷമിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു തീരുമാനമാണ്, അതൊരു വികാരമല്ല. നമ്മളെ വേദനിപ്പിച്ചവരുണ്ടാകും, നമ്മളെ ഒറ്റപ്പെടുത്തിയവരുണ്ടാകും, കുറ്റപ്പെടുത്തിയവരുണ്ടാകും, കല്ലെടുത്തെറിഞ്ഞവരുണ്ടാകും, നമ്മളില്ലാതാകാൻ ശ്രമിച്ചവരുണ്ടാകും. പക്ഷേ വിളിച്ചവൻ വിശ്വസ്തനാകയാൽ യേശു ക്രിസ്തു എന്ന സത്യത്തിൻ്റെ ആ ഒരു കർത്താവിൻ്റെ കരം പിടിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ ക്രൂശിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ച് അല്ലെങ്കിൽ ആ ക്ഷമിക്കുവാൻ നമ്മളെ പഠിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവോട് നമുക്ക് പ്രാർത്ഥിക്കണം. വെറുപ്പിൻ്റെ കെട്ടഴിയണം. അതാരോടായാലും കാലങ്ങളായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മുറിവുകൾ, ഈ മുറിവ് നിങ്ങളെ വേദനയിലേക്ക് കൊണ്ടുപോകും, നിങ്ങളെ അനുഗ്രഹിക്കപ്പെടത്തില്ല. 3 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്?
നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ നിന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം അനുഗ്രഹമാക്കി മാറ്റും. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ അല്ലെങ്കിൽ എല്ലാം താളം തെറ്റും. ക്ഷമിക്കുവാൻ പറ്റുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ക്ഷമിക്കാം, നമുക്കൊന്ന് വിട്ടുകൊടുക്കാം, പോട്ടേന്ന് വെക്കാം. ഹല്ലേലൂയ. നാളെ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ ആരോടെങ്കിലും ഒരു അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ വ്യക്തിയുടെ നമ്പർ എടുക്കണം, ഫോണിൽ വിളിക്കണം, സുഖമാണോ എന്ന് ചോദിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടേന്ന് വെച്ച് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അവരനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ക്ഷമിക്കാനേ, ഇത് എല്ലാവരോടും ക്ഷമ ചോദിക്കുവാനുള്ളൊരു മനസ്സ് എനിക്ക് തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ എന്താ പറയുക, എളിമയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നമുക്ക് ഇരിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.